ഖുശാംദീദ് ബച്ചോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് യൂണിറ്റ് 3 ആദ്യത്തെ പാഠഭാഗമാണ്. ഇതാണ് നമ്മുടെ സീറോ പേജിൽ ഈ യൂണിറ്റിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഷെയർ നൽകിയിട്ടുണ്ട് അല്ലേ, ഒരു കവിതയുടെ 2 വരികൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഈ ചിത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പാഠഭാഗത്തിൻ്റെ ഹെഡിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ വരികളാണെങ്കിലും. ആദ്യം നമുക്ക് ഈ ചിത്രമൊന്ന് വായിച്ചു നോക്കാം അല്ലേ, അല്ലെങ്കിൽ ചിത്രവായന നടത്തി നോക്കാം. എന്താണ് ഇതിൽ കാണുന്നത്? ഇവിടെ നോക്കൂ, ഒരു മലയുടെ മുകളിലാണെന്ന് തോന്നുന്നു അല്ലേ. മലയുടെ മുകളിലാണ് ഒരു കുട്ടിക്ക് ആ മല അല്ലെങ്കിൽ ആ കുന്ന് കയറാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ച് ഇവരെ സഹായിക്കുന്ന ആ ഒരു ചിത്രമാണ് ഇതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിവിടെ നോക്കൂ, ഇവർ കൈ ഉയർത്തി അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഒരാൾക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം എന്നുള്ള ആ ഒരു ആശയമാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാനായി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ശരിക്കും മനുഷ്യനാണ് എന്ന് പറയുന്നത് അർത്ഥമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാഠഭാഗത്തിൻ്റെ പേരൊന്ന് വായിച്ചു നോക്കാം. പാഠഭാഗമല്ല, ഈ യൂണിറ്റിൻ്റെ പേര് പ്യാർ ബഡായി എന്ന് വെച്ചാൽ സ്നേഹം വർദ്ധിപ്പിക്കാം എന്നാണ് അർത്ഥം. സ്നേഹം വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇതിലും അത് തന്നെയാണ് പറയുന്നത് അല്ലേ. മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മുടെ മനസ്സിൽ കരുണയും ദയയും ഒക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലാണ് നമുക്ക് അവരെ സഹായിക്കാനാവുകയുള്ളൂ. നോക്കൂ, യഹി ഹേ ഇബാദത്ത് യഹി ദീൻ വ ഈമാൻ കെ കാം ആയി ദുനിയാമെ ഇൻസാൻ കെ ഇൻസാൻ. എന്താ പറയുന്നത്? ഇതാണ് ആരാധന, ഇത് തന്നെയാണ് മതവും വിശ്വാസവും. കെ കാം ആയേ ദുനിയാമേ ഇൻസാൻ കെ ഇൻസാൻ. ഈ ദുനിയാവിൽ അഥവാ ഈ ലോകത്ത് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനായി നിന്ന് പ്രവർത്തിക്കണം. ഇതാണ് ആരാധന, യഥാർത്ഥ ആരാധന. അത് തന്നെയാണ് ഓരോ മതവും, അത് തന്നെയാണ് വിശ്വാസവും. അത് തന്നെയല്ലേ എല്ലാ മതങ്ങളിലും പറയുന്നത്? അത് തന്നെയാണ് അല്ലേ. എല്ലാ മതങ്ങളിലും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. അത് തന്നെയാണ് യഥാർത്ഥ ആരാധന. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മൊഡ്യൂൾ നോക്കാം. അപ്പോൾ ഇതാ ഈ ചിത്രത്തിന് താഴെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ആടിനെ മേയ്ക്കുന്ന മൃഗങ്ങളെന്ന് വെച്ചാൽ ആരൊക്കെയുള്ളത് ഇതിൽ? ആടുകളാണല്ലേ. ആടുകളുണ്ട്. ആടിൻ്റെ മുകളിൽ ആരാ ഉള്ളത്? ആടിൻ്റെ മുകളിൽ ഒരു ജീവി ഇരിക്കുന്നുണ്ട്. എലിയെപ്പോലെ തോന്നുന്നുണ്ട്. എലിയാണോ അണ്ണാനാണോ എന്ന് അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഇതിലും എന്താ പറയുന്നത്? ഇവിടെയും ആ ഒരു സ്നേഹബന്ധമാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെയും ഒരു സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കൂ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഹംബി സാത്ത് ഹേ എന്നാണ്. ഹംബി സാത്ത് ഹേ എന്ന് വെച്ചാൽ ഞങ്ങളും കൂടെയുണ്ട്. ദാ ഇവിടെയും അതുപോലെ തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കുറേ കുട്ടികൾ ചേർന്ന് താഴെ വീണ് കിടന്ന ഒരു പക്ഷിക്ക് ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും അല്ലേ. താഴെ നിന്ന് വീണ് കിട്ടിയതായിരിക്കാം. ആ പക്ഷിക്ക് വെള്ളമൊക്കെ കൊടുത്ത് അതിനെ സഹായിക്കുന്ന ആ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള കുട്ടികളാണ് അല്ലേ. നമ്മളും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മളും ഇതുപോലെയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പാഠഭാഗം നോക്കാം. നിഹാൽ സാത്വേ ജമാഅത്ത് കാ തോലിബെ ഇൽമഹിം. നിഹാൽ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ബസ്മേ അദബ് മേ കഹാനി സുനാനെ കി ജിമ്മാദാരി നിഹാൽ പർ ഹെ. ബസ്മേ അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യ സമാജം അറിയാലോ. ഓരോ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെയാണ് സ്കൂളുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഓരോ കഴിവ് അഥവാ പാട്ട്, കഥ, പ്രസംഗം ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു അത്. അപ്പോൾ ബസ്മെ അദബിൽ അഥവാ സാഹിത്യ സമാജത്തിൽ കഥ പറയാനുള്ള ആ ഒരു ചുമതല നിഹാലിലായിരുന്നു.
रिसालों को ढूंढते वक्त उसे एक कहानी मिली वह पढ़ने लगा. അങ്ങനെ അവൻ മാസികകളൊക്കെ ഇങ്ങനെ മാസികകളിലൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവനൊരു കഥ കിട്ടി. അവൻ ആ കഥ വായിക്കാൻ തുടങ്ങി. അപ്പം നിഹാൽ വായിക്കുന്ന കഥയാണിത് കേട്ടോ. നോക്കൂ. ചുട്ടി കാ ദിൻ താ, അവധി ദിനമായിരുന്നു. സിനാൻ അപ്നെ ദോസ്തോं के साथ സടക് കെ കിനാരെ മൈദാൻ മേ ഖേൽ രഹാ താ. സിനാൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം റോഡിനരികിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക് ഉസ്നെ ദേഖാ കെ രുക്മിണി ടീച്ചർ ജാ രഹി ഹേ. പെട്ടെന്നാണ് അവൻ കണ്ടത്. അവൻ എന്ത് കണ്ടു? രുക്മിണി ടീച്ചർ പോകുന്നു. ടീച്ചർ ടീച്ചർ സിനാൻ ദൗഡത്തെ ഹുയെ ഉൻകെ പാസ് ഗയ. ടീച്ചർ ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട് സിനാൻ എന്ത് ചെയ്തു? ഓടി അവരുടെ അരികിൽ എത്തി. തുമാരാ ഘർ യഹേ ഹേ സിനാൻ. നിന്റെ വീട് ഇവിടെയാണോ സിനാൻ? ടീച്ചറിനെ മുസ്കുരാത്തെ ഹുയെ പൂച്ച. ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹാ ടീച്ചർ, മേരാ ഘർ ഖേത്ത് കെ ഉസ് പാർ ഹേ. അതെ ടീച്ചർ, എൻ്റെ വീട് വയലിൻ്റെ ആ ഭാഗത്താണ്. ആപ്പ് കഹാ ജാ രഹി ഹേ. താങ്കൾ എവിടേക്കാണ് പോകുന്നത് അല്ലേ? ടീച്ചറോട് നമ്മുടെ രുക്മിണി ടീച്ചറോട് സിനാൻ ചോദിക്കുകയാണ്, ടീച്ചർ എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ടീച്ചറെയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് ഓടാറൊക്കെ ഉണ്ടാവും അല്ലേ? ശരി, നോക്കൂ. മേ രാഹുൽ കെ ഘർ ജാ രഹി ഹൂം. वो हमारे ही स्कूल में पढ़ता है लेकिन तुम्हारी तरह स्कूल नहीं आ सकता. എന്താ പറഞ്ഞത് ടീച്ചർ? ഞാൻ രാഹുലിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവനും നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോലെ അവന് സ്കൂളിൽ വരാൻ കഴിയില്ല. ഇസ്ലിയെ മേ കബി കബി ഇസ്കെ ഘർ ജാക്കർ പഠാത്തി ഹും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ്റെ വീട്ടിൽ പോയി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രുക്മിണി ടീച്ചർ രാഹുലിൻ്റെ വീട്ടിലേക്ക് അവനെ പഠിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്ത് നമ്മുടെ സിനാൻ ചോദിക്കുകയാണ്, ആപ്കെ സാത്ത് മേ ബി ചലൂം. എന്താ ചോദിക്കുന്നേ? ടീച്ചർ അല്ലേ? ടീച്ചറിന് വിളിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ കൂടെ ഞാനും വരട്ടെ. സിനാൻ ബി ടീച്ചർ കെ സാത്ത് രാഹുൽ കെ ഘർ ഗയ. അപ്പോൾ നമ്മുടെ ടീച്ചർ സമ്മതിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ സിനാനും കൂടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് ടീച്ചറുടെ ഒപ്പം പോവുകയാണ് കേട്ടോ. അങ്ങനെ സിനാനും രാഹുലും ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയി. ഉസ്കെ ബാദ് ഹർ റോസ് शाम को सिनान രാഹുൽ കെ ഘർ ജാത്ത ഔർ സ്കൂൾ കി ബാത്തേ ബതായാ കർത്ത. അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ സിനാൻ എന്ത് ചെയ്യും? രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവുകയും എന്നിട്ട് അവനോട് അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവന് എന്തായി? സിനാനും രാഹുലും തമ്മിൽ നല്ല ഫ്രണ്ട്സായില്ലേ? അതുകൊണ്ടല്ലേ. അപ്പോൾ നോക്കൂ, നമ്മുടെ സിനാന് ഫുട്ബോളും എല്ലാം കളിക്കുന്ന കുട്ടിയാണ് അല്ലേ? പക്ഷേ രാഹുലിനെ കണ്ടപ്പോൾ രാഹുലിൻ്റെ കൂടെ സമയം ചെലവിടാനാണ് അവൻ നോക്കിയത്. എല്ലാ ദിവസവും വൈകുന്നേരം രാഹുലിൻ്റെ അടുത്തേക്ക് സിനാൻ പോവാൻ തുടങ്ങി. സ്കൂൾ മേ കലോത്സവ് ക ദിൻ ആയ സ്കൂൾ സജാ ഹുവാത്ത. അങ്ങനെ സ്കൂളിൽ കലോത്സവ ദിനം വന്നു. സ്കൂളൊക്കെ നന്നായി അലങ്കരിച്ചിരുന്നു. ബച്ചോं के മുഖ്തലിഫ് പ്രോഗ്രാം ചൽ രഹേ തെ. കുട്ടികളുടെ പലതരത്തിലുള്ള പ്രോഗ്രാമൊക്കെ നടക്കുകയായിരുന്നു. അതിന് മുന്നേ അവിടെ ചിത്രം നോക്കൂ. നമ്മുടെ സിനാന് രാഹുലിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ സിനാൻ രാഹുലിൻ്റെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അവന് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അല്ലേ? നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള, അതുപോലെ തന്നെ സ്വന്തമായി ഭക്ഷണം കഴിക്കാനുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ സിനാൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വൈകുന്നേരം പോയി അവനെ ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യും. വിശേഷം പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സിനാൻ സ്റ്റേജ് കെ സാമനെ ബൈഠ് കർ പ്രോഗ്രാം ദേഖ് രഹാ താ. സിനാൻ സ്റ്റേജിനരികിലിരുന്ന് പ്രോഗ്രാമുകൾ ഇങ്ങനെ കാണുകയായിരുന്നു. വഹ് സോച്നെ ലഗ. അവൻ ആലോചിച്ചു, അല്ലെങ്കിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി. കാഷ് രാഹുൽ ബി മേരെ സാത്ത് ഹോത്താ. അല്ലേ? ഒരു പക്ഷെ രാഹുലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? അവൻ ആഗ്രഹിക്കുകയാണ്. ഏക് ദിൻ സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ ഗയ. അങ്ങനെ സിനാൻ ഒരു ദിവസം എന്ത് ചെയ്യാണ്? സിനാന്
വൈകുന്നേരം രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. ഉസ്നെ ദേഖാ കെ രാഹുൽ ഉദാസ് ബൈഠാ ഹെ. അപ്പം അവൻ പോയപ്പോൾ എന്താ കണ്ടത്? അവൻ കാണുകയാണ് രാഹുൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്നത്. ക്യാ ബാത്ത് ഹേ രാഹുൽ, എന്താ രാഹുൽ കാര്യം? ആജ് ഇത്തിനെ ഉദാസ് ക്യോ ഹോ, ഇന്ന് എന്താണ് ഇത്രയും വിഷമം? ക്യാ കഹൂം യാർ, ആജ് മേരാ തെറാപ്പി കാ ദിൻ ഹേ. എന്താ പറയുന്നത്? എന്ത് പറയാനാണ് അല്ലേ, എന്ത് പറയാനാണ്? ഇന്ന് എൻ്റെ തെറാപ്പി ദിനമാണ്. ഈ കാശ് അതുപോലെ യാർ എന്നൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ അയ്യോ അല്ലെങ്കിൽ കഷ്ടം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലൊക്കെ പല രീതിയിലൊക്കെ നമ്മൾ ഓരോരോ പ്രയോഗങ്ങളൊക്കെ നടത്തില്ലേ? എന്ത് പറയാനാണ് ഇഷ്ടം എന്നൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രയോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ആജ് മേരാ തെറാപ്പി കാ ദിൻ ഹേ ഓർ അമ്മി കെ പാസ് പൈസേ നെഹി ഹേ. ഇന്ന് എൻ്റെ തെറാപ്പി ദിനമാണ്, തെറാപ്പിക്കുള്ള ദിവസമാണ്. പക്ഷേ അമ്മയുടെ കയ്യിൽ പൈസയില്ല. ക്യാ കരും, എന്ത് ചെയ്യും? എന്തിനാണ് ഈ തെറാപ്പി ചെയ്യുന്നത്? ഈ ഫിസിയോതെറാപ്പി എങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കയ്യും കാലും ഒക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തെറാപ്പി ചെയ്യണം. എങ്കിലാണ് അവർക്ക് കുറച്ചെങ്കിലും ആ ഇതൊക്കെ അനക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രാഹുലിന് അന്ന് തെറാപ്പി ദിനമാണ്. പക്ഷേ അവൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് അവൻ്റെ തെറാപ്പി മുടങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അതിലാണ് അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനാൻ പറഞ്ഞു, തും പരേശാൻ മത് ഹോ രാഹുൽ, കോയി രാസ്ത ജരൂർ നികലേക. അപ്പോൾ സിനാൻ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. നീ വിഷമിക്കേണ്ട രാഹുൽ, നീ ടെൻഷൻ അടിക്കേണ്ട രാഹുൽ, എന്തായാലും അല്ലേ എന്തെങ്കിലും ഒരു വഴി എന്തായാലും ഉണ്ടാകും. സിനാനെ തസല്ലി ദി, സിനാൻ സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ തസല്ലി എന്ന് പറഞ്ഞാൽ സമാധാനം കേട്ടോ. അഗ്ലേ ദിൻ സിനാൻ ക്ലാസ് മേ മായൂസ് ബൈഠാത്ത. പിറ്റേ ദിവസം സിനാൻ ക്ലാസ്സിൽ അവനും ഇങ്ങനെ നിരാശനായി ഇരിക്കുകയായിരുന്നു. എന്തായിരിക്കും കാരണം? അതെ, തലേ ദിവസം രാഹുലിൻ്റെ വിഷമം അല്ലേ, രാഹുലിന് തെറാപ്പിക്ക് പൈസയില്ല എന്നുള്ള വിഷമം അവനെയും ബാധിച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യാണ്? ആ വിഷമം ഉള്ളിലെടുത്ത് അവനെ സമാധാനിപ്പിച്ചെങ്കിലും അവനിക്കും അതിൽ വിഷമമുണ്ട് അല്ലേ? അത് കാരണം കൊണ്ട് തന്നെ സിനാൻ എന്ത് ചെയ്യാണ്? ക്ലാസ്സിൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. നോക്കൂ, ക്യാ ഹുവാ സിനാൻ, തും ഇത്തനെ ഉദാസ് ക്യോം ഹോ, രുക്മിണി ടീച്ചറിനെ പൂച്ച. ആരാണിത് ചോദിച്ചത്? അതെ, നമ്മുടെ രുക്മിണി ടീച്ചർ. ആരോടാ ചോദിച്ചത്? സിനാനോട് അല്ലേ? സിനാനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി സിനാൻ, നീ എന്താണ് ഇന്ന് ഇത്രയും വിഷമത്തിൽ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും വിഷമം? അപ്പോൾ രുക്മിണി ടീച്ചർ സിനാനോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഉസ്നെ സാരി ബാത്തേ ടീച്ചർ കോ ബത്തായി, അവൻ എല്ലാ കാര്യങ്ങളും ടീച്ചറോട് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ? രാഹുലിൻ്റെ വിഷമത്തിനെ കുറിച്ച് അല്ലേ, രാഹുലിന് തെറാപ്പിക്ക് പണമില്ലാതെ അവൻ വിഷമിച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവൻ ടീച്ചറോട് പറഞ്ഞു. ഫിക്കർ മത് കരോ സിനാൻ, കോയി ന കോയി ഹൽ ജരൂർ നികലായേക. അപ്പോൾ ടീച്ചറും സമാധാനിപ്പിക്കുകയാണ്, ടെൻഷൻ അടിക്കേണ്ട സിനാൻ, എന്തെങ്കിലും ഒരു വഴി എന്തായാലും ഉണ്ടാകും. അഗ്ലേ ദിൻ ക്ലാസ് കെ തമാം ബച്ചെ ടീച്ചർ കെ സാത്ത് രാഹുൽ കെ ഘർ പഹുഞ്ചെ. പിറ്റേ ദിവസം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ടീച്ചറോടൊപ്പം രാഹുലിൻ്റെ വീട്ടിൽ എത്തി. ബച്ചോं को देखकर രാഹുൽ കാ ചെഹര ഖിൽ ഉഠാ. കുട്ടികളെ കണ്ടിട്ട് രാഹുലിൻ്റെ മുഖം വിടർന്നു, സന്തോഷത്താൽ വിടർന്നു അല്ലേ? കാരണം അവൻ ഇന്ന് വരെ ഇത്രയും കുട്ടികളെ ചിലപ്പോൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവനെ തേടി ഇത്രയും ഫ്രണ്ട്സ് എത്തിയപ്പോൾ അവൻ്റെ മുഖത്ത് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പോൾ ഇനി ബാക്കി കഥയിൽ ബാക്കിയും കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ബാക്കി എന്താണെന്നൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് കുറേ ആശയങ്ങൾ, കുറേ മൂല്യങ്ങൾ, നമ്മളിൽ ഉണ്ടാവേണ്ട കുറേ മൂല്യങ്ങൾ ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഒന്ന് ചുരുക്കി പറയാം. എന്താണ് ഇതിൽ പറഞ്ഞത്? ഇതുപോലെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? ഇപ്പോൾ നോക്കൂ, സിനാൻ അതിനൊരു ഉദാഹരണമാണ്. കണ്ടോ, രാഹുലിൻ്റെ വീട്ടിലേക്ക് അവൻ എല്ലാ ദിവസവും പോയി അന്നത്തെ സ്കൂളിലുണ്ടായ വിശേഷങ്ങൾ പറഞ്ഞു. അതാണ് അവൻ ചെയ്തത്. അത് നമുക്ക് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ ഒറ്റയ്ക്കിങ്ങനെ ആരുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ആരെങ്കിലും പോയി അന്നത്തെ ദിവസം കുറച്ച് സംസാരിക്കാൻ കൂടെ ഇരിക്കുകയോ അതുപോലെ എന്തെങ്കിലും ആ ചിത്രത്തിൽ കണ്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്.
അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുക. ഓക്കെ, എല്ലാവരും വീട്ടിൽ പോകണം എന്നല്ല പറഞ്ഞത്. നമ്മൾ മിക്കവാറും നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാം. ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്, അവരുടെ കുറവ് പറഞ്ഞ് അവരെ കളിയാക്കരുത്. അതുപോലെ തന്നെ അവർ ചിലപ്പോൾ പറയാൻ കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ അങ്ങനെ വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ മാനസികമായ പ്രശ്നമുള്ളവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഉപദ്രവിച്ച് അങ്ങനെ എന്താ പറയുക, വെറുതെ കരയിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചിന്തിക്കുക, ഈ ആരോഗ്യമൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ കഥയിൽ നിങ്ങൾ നോക്കൂ, സിനാനെ ഒരിക്കലും രാഹുലിന് പൈസ കൊടുത്തൊന്നും സഹായിച്ചിട്ടില്ല. കണ്ടില്ലേ, അവനെക്കൊണ്ട് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അവൻ ചെയ്തത്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത്, നമ്മളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ നമ്മളെ കൊണ്ട് എന്താണോ ആവുക ആ സഹായമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളും ഇന്ന് മുതൽ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതിജ്ഞ ചെയ്യാം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.